വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സെക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നാസ്ഡാക്ക് ഒരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. സോ അതിൻ്റെ പ്ലാനിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. എൻട്രി കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല. ഇനി ടൈം ഇൻ ചിക്കാഗോ 12:43 PM. സോ നാസ്ഡാക്ക് 12:43 PM. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈം സോൺ. ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കാണുമ്പോഴത്തേനും മാർക്കറ്റ് ഓപ്പൺ റിയൽ ടൈം. ഇപ്പോൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റ് ഞാൻ ഇവിടുന്ന് ഒരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഹൈ സ്റ്റേക്കിൽ ഇത് പ്രൈസ് കം ടു മിറ്റിഗേറ്റ് ഇവിടെ ആക്ച്വലി വന്നിരുന്നു. ആ സമയത്ത് ഞാൻ എടുക്കാൻ വേണ്ടി നോക്കിയത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസി ആയിപ്പോയി. സോ ആ എൻട്രി മിസ്സായി. സോ നമുക്കിനി വീണ്ടും നമ്മൾ നോക്കുകയാണ്, ഈ ഒരു പ്രൈസിൻ്റെ ഇവിടെ അങ്ങോട്ട് തിരിച്ച് മാർക്കറ്റ് കയറി ഒരു സ്വീപ്പിംഗ് വരും. ആ സമയത്ത് ഷോർട്ട് പൊസിഷൻ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കയറി വരുന്നത്, കയറി വരുമ്പം നമ്മളുടെ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളുടെ എൻട്രി ട്രിഗർ ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ലൈനിൻ്റെ എൻട്രി ട്രിഗർ ചെയ്യും. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. വീണ്ടും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലോട്ട് വരും. ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല, എൻട്രി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് 3 ക്യാൻഡിൽ? സോ 3 ക്യാൻഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എൻട്രി വേണമല്ലോ. സോ എത്രയാണ് നമ്മുടെ 18,199. ഓക്കെ, അപ്പം 3 മിനിറ്റ് നമ്മൾ നോക്കുവാണ് സ്ട്രക്ചർ. സോ ഇച്ചിരി ഈസി ആക്കാം നമുക്ക്. 3 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നോക്കി, ഹൈ ഈസ് ക്രിയേറ്റഡ്. സോ ദിസ് ഈസ് എ ഹൈ, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ, ലോ ഈസ് ടേക്കൻ. സോ അങ്ങനെ വരുമ്പം ദിസ് ഈസ് എ പ്രൈസ് മാനിപ്പുലേഷൻ അല്ലേ? ഹോൾ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഒരു പ്രൈസ് മാനിപ്പുലേഷൻ ആണ്. സോ നമ്മളെ സംബന്ധിച്ച് ഇതായിരുന്നു ഹൈ ഈസ് ടേക്കൻ ആൻഡ് ദ ലോ ഈസ് ടേക്കൻ. ഇതാണ് നമ്മുടെ ഏരിയ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ, low is taken, then price come to mitigate, low is taken, price come to mitigate, price came down. Actually എൻട്രി മിസ്സായി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു മിറ്റിഗേഷൻ പോയിന്റ് മിച്ചം കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. സോ നമുക്ക് ഇവിടെ സെല് ചെയ്യത്തില്ല, ഈ എൻട്രിക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് വി ആർ ഇൻ എ ഡിസ്കൗണ്ട് സോൺ കമ്പയർഡ് ടു ദ എന്താണ് പ്രൈസ് മാനിപ്പുലേഷൻ അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ പ്രൈസ് ഇവിടുന്ന് ട്രേഡ് ചെയ്ത് ഇങ്ങനെ കയറി നമ്മൾ ഈ വരച്ച വരയുടെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് താഴോട്ട് ഇറങ്ങി താഴോട്ട് പോകണം. ഇങ്ങനെ ഇതാണ് നമ്മളുടെ ആധുനികമായിട്ടുള്ള എയിം. അപ്പം ഇത് ആണ് പദ്ധതി. ബിക്കോസ് ഇവിടെ ഒരു ഇംബാലൻസ് കിടപ്പുണ്ട് ഒന്ന് അല്ലേ? ഇത് ഫിൽ ഔട്ട് ചെയ്യണം. മേ ബി ഇവിടുന്ന് ഒരു കുറച്ച് മുന്നോട്ട് സ്ലീപ്പിംഗ് ഒക്കെ നടന്നിരിക്കാം, അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പം നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരുമായിരുന്നു. സോ താഴേക്ക് വന്ന സമയത്ത് ഇവിടെ ഒരു അത് പുൾ ബാക്ക് അല്ല. സോ ഇനി പുൾ ബാക്ക്, ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു, അത് മിറ്റിഗേറ്റ് ചെയ്തു. പിന്നെ പ്രൈസ് താഴേക്ക് വന്നു, ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണ് നമുക്ക് കൂട്ടാം. അവിടെ വന്നു പ്രൈസ് താഴെ വന്നു, പിന്നെ ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണ്. ബിക്കോസ് പ്രൈസ് കൺസിസ്റ്റന്റ് അപ്പ് സൈഡിലേക്കല്ലേ പോകുന്നത്, ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. സോ രണ്ടാമത്തെ പുൾ ബാക്ക്. സോ ഇതിന് താഴെ വീണ്ടും ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ലെഗിൽ ഇതെന്തായിരുന്നു സംഭവം എന്നുള്ളതാണ്. സോ ഇതെന്ത് മിറ്റിഗേഷണൽ മൂവ്മെന്റ് ആണ് ഇവിടെ വന്നത്, എന്നിട്ടാണ് ഇവിടുന്ന് താഴോട്ട് പ്രൈസ് വന്നത്. സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ? നമ്മൾ ഈ പ്രീവിയസ് സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ആൻസറും ഇല്ല അല്ലേ? ഏതാണ് നമ്മുടെ ഏരിയ? ഈ ഒരു ഹൈ ആണ് നമ്മുടെ ഏരിയ. അവിടെ നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യാം. സോ ഈ ഏരിയയിൽ വരുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് പ്രൈസ് അവിടെ വന്നത്? അവിടെ പ്രൈസ് വന്നതിൻ്റെ കാര്യം നമുക്ക് ഇവിടെ നോക്കുമ്പം ഒരു ചെറിയ സ്ട്രക്ചർ കറക്ഷൻ, അഗെയിൻ സ്മോൾ സ്ട്രക്ചർ കറക്ഷൻ, ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിപ്പോയി. ഓക്കെ, അപ്പം ഇവിടുത്തെ ബ്രേക്കപ്പ് സ്ട്രക്ചറിൽ 50% എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു പ്രൈസ് മിറ്റിഗേഷൻ എന്ന് വേണേൽ കൂട്ടാം. ഈ കംപ്ലീറ്റ് ലെഗിൻ്റെ, അതായത് ഈ കംപ്ലീറ്റ് ലെഗിൻ്റെ ഇതിൻ്റെ ഒരു പ്രൈസ് മിറ്റിഗേഷൻ എന്ന് വേണേൽ നമുക്ക് കൂട്ടാം. ഇവിടം വരെ വന്നത്, പക്ഷേ ഇവിടം വരെയും വരണമായിരുന്നെങ്കിൽ പിന്നെ നമുക്കത് പെർഫെക്റ്റ് ആണ് പറയാമായിരുന്നു. സോ അത് നമ്മൾ ലീവ് ചെയ്യുന്നു. സോ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്കൊരു റീസണും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? താഴേക്കുള്ള പ്രൈസ് മൂവ്മെന്റ് വരുമ്പോഴത്തേനും പുൾ ബാക്ക് സഡൻ 3-4 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇതൊരു കൺസോളിഡേഷൻ ഫേസും ആയിപ്പോയി. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഫേസിന്റെ ബ്രേക്ക് ഔട്ട് ഹാസ് ടു ഹാപ്പൻ. അതാണ് ബ്രേക്ക് ഔട്ട് നടക്കണം. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഈ ലോ ഇതുണ്ട്, ഈ ഒരു പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ആക്ച്വലി ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ഓൺ എ ബൈ സൈഡ്. അപ്പം അതിന് മുന്നേ പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്യാതെ മുകളിലേക്ക് പോവാണ്, എഗെയിൻ ഈ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരും. അപ്പോൾ ഇവിടെ സ്വീപ്പിംഗ് ആണോ ബൈങ് ആണോ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ വരുന്നു. സോ ഇതാണ് നമ്മളുടെ സ്ട്രക്ചറൽ സെറ്റപ്പ്. സോ അന്നേരം ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, ഇത് നമ്മുടെ പ്ലാൻ 2 ആയിട്ട് കൂട്ടാം. സോ കാരണം പ്രൈസ് ഓൾറെഡി താഴേക്ക് വന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ 2 ആണ്. ഇതായിരുന്നു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. കണ്ടോ?
ഇതൊരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ ഈ ഓർഡർ ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്ത് അത് ഡിസ്റെസ്പെക്ട് ചെയ്യും. സോ നമ്മളുടെ സെല്ലിംഗ് പ്ലാൻ വി ആർ ലിവിങ് ഇറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ടാർഗറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ പദ്ധതി പ്രകാരം ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാർഗറ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് പ്രൈസ് മുകളിലേക്കാണ് പോകേണ്ടത്. സോ ഇവിടെ പുൾ ബാക്ക് കിടപ്പുണ്ട്. ഇത് നമ്മളുടെ ഡിസ്കൗണ്ട് സോണിൻ്റെ ലൈനാണ്. ഇത് പി ബി ആണ്. ഓക്കെ, പി ബിക്ക് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. സോ ഇത് നമ്മളുടെ പി ബി ആണ്. അപ്പോൾ പി ബിക്ക് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. സോ ഇവിടെ മൊമെന്റം ഗെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നമുക്കിപ്പോൾ ഇവിടെ ബൈ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 30 സെക്കൻഡ്സിൽ നോക്കാം എന്താണ് ഇവിടുത്തെ പരിപാടി. മൊമെന്റം ഗെയിൻ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ തന്നെ അത് കയറിപ്പോയി. സോ ഇവിടെ നോക്കുവാണ്. സോ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, എല്ലാം താഴോട്ട് മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. സോ നമ്മുടെ പുൾ ബാക്ക് ഇവിടെ ഉണ്ട്. ഈ പുൾ ബാക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ആക്ച്വലി ഈ പുൾ ബാക്കിന്റെ ബോട്ടമിൽ ഈ ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ബോട്ടത്തിൽ എൻട്രി ചെയ്തിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്തോ കണ്ടോ, ഓർഡർ ബ്ലോക്ക് ഡിസ്റെസ്പെക്ട് ചെയ്തു. സോ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ, ദെൻ പ്രൈസ് വിൽ ഹൈ ഇസ് ടേക്കൻ, ദെൻ പ്രൈസ് വിൽ ഷൂട്ട് അപ്പ്. അപ്പോൾ ഇത് ഈ ഹൈ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. പ്രൈസ് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. സോ 5 സെക്കൻഡ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇച്ചിരി ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും ഇവിടെ 5 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എൻട്രിയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഈ പുൾ ബാക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ എൻട്രിക്ക് എടുക്കാനും മടിയാ. ഇതായിരുന്നു എൻട്രി ക്യാൻഡിൽ ആക്ച്വലി. നോക്കാം. പക്ഷെ ഇവിടെ ഹൈ ഇസ് ടേക്കൻ, ദെൻ പ്രൈസ് വിൽ കം ബാക്ക് ആണ്. അഗെയിൻ ഇറ്റ് വിൽ കം ബാക്ക്. ഈ ഹൈ ഹാസ് ടു ബി ടേക്കൻ. സോ ഇവിടെ ലോ ഈസ് മെയ്ഡ്. സോ ഈവൻ ക്യാൻഡിൽസ്റ്റിക്സ് ബോഡി വൈസ് ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ. ഇപ്പോൾ എടുത്തോളൂ. ഹൈ ഈസ് ടേക്കൻ, ദെൻ പ്രൈസ് വിൽ കം ബാക്ക്. ഇത് നമ്മളുടെ ഓർഡർ ബ്ലോക്കിന്റെ ഏരിയ ആണ് അവിടുത്തെ, അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഓക്കെ, ഹൈ ഈസ് ടേക്കൻ. സോ ക്വിക്ലി ഹൈ ഈസ് ടേക്കൻ. ഇനി ഹൈ ഈസ് ടേക്കൻ വരുമ്പോഴത്തേന് ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഹൈയും ഈ ലോയും തമ്മിലുള്ള പ്രൈസ് മിറ്റിഗേഷൻസ് നമ്മളൊരു ഡിസ്കൗണ്ട് സോണിൽ നിന്ന് വേണം നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിന് 50% പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ, ഈ പുൾ ബാക്ക് ബോട്ടം സ്വീപ്പ് ചെയ്യുമ്പോൾ വി വിൽ ടേക്ക് എ ലോങ് ബൈ എൻട്രി. സോ ഇവിടെയാണ് നമ്മുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇതുവരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് നോക്കണം. ഇവിടെ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് നോക്കണം. ഇവിടെ നമുക്ക് മുകളിലോട്ട് പിടിക്കണം. ഇതാണ് കാര്യം. എൻട്രി സിനാരിയോ ഇസ് ഫോമിങ്. നോക്കണം, പ്രൈസ് വരുന്നു 50% വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല, ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് വേണ്ട. ബിക്കോസ് യു ഹാവ് ടു ബൈ ഫ്രം എ ഡിസ്കൗണ്ട് സോൺ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എക്കണോമിക്സ്. അപ്പം ഇവിടെ നോക്കാം, നമുക്ക് പിന്നെയും പോവാം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഈ ഒരു എൻട്രി ക്യാൻഡിൽ എടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പം കോസ്റ്റ് ടു കോസ്റ്റിൽ നമുക്ക് നിൽക്കാമായിരുന്നു. ഇനി അത് പോയി. ഇനി ലെറ്റ് ഇറ്റ് കം. ഇതിനെ മാറ്റി വെക്കാം. സോ ലെറ്റ് ഇറ്റ് കം. ഇത് വരും, വരാതെ എവിടെ പോകാനാ? ഇത് വന്ന് നമുക്ക് എൻട്രി എടുത്ത് ഒരു ടെൻഷനാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ പോട്ടെ. സോ ഇവിടെ നമ്മൾ ഇതിപ്പം ഹൈ സ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേനും ഹൈ ഇവിടെ എടുത്തെടുത്ത് മുകളിലേക്ക് പോയി, ഇവിടെ വരെ വന്നു ഹൈ. സോ നമ്മുടെ ലൈൻ, അൾട്ടിമേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് യെസ് കമ്മിങ് 1 2 3 4 5 എൻട്രി. ഓക്കെ, എടുത്തേക്കാം. എൻട്രി ടച്ച്ഡ്. ഓക്കെ, പെർഫെക്റ്റ്. നമ്മൾ എൻട്രിയിലായി. ഓക്കെ, ഇനിയാണ് നമ്മളുടെ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. വെയിറ്റിംഗ് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എൻട്രി ഓൾറെഡി എടുത്തു. എൻട്രി എടുത്തു കഴിയുമ്പോൾ ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് 3 മിനിറ്റിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 3 മിനിറ്റ് 1 മിനിറ്റ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ടാർഗറ്റ് നമ്മൾ. സോ ദിസ് ആസ് എ പുൾ ബാക്ക്. ഇത് ഇവിടെ നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ മതി. സ്മോൾ ട്രേഡ് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ട്രേഡിൻ്റെ ഇതും കഴിയെല്ലാം കഴിയും. ഓക്കെ, ഇതിൻ്റെ പകുതി വെക്കാം. ഓക്കെ, അപ്പോൾ താഴോട്ട് പോകണം. അപ്പോൾ ഇവിടെ 10 സെക്കൻഡ്സ്. അഗെയിൻ ബാക്ക് ടു 10 സെക്കൻഡ്സ്. നമ്മളുടെ എൻട്രി ഇത്രയേ ഉള്ളൂ. അതിൻ്റെ 50% മതി. 50% ഒരു നല്ലൊരു ഡീസൻറ്റ് ടാർഗറ്റാണ്. നോക്കാം ഇവിടെ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിക്കോട്ടെ. പെട്ടെന്ന് ട്രേഡ് ക്ലോസ് ഔട്ട് ചെയ്യാം. ഓക്കെ, 48 പോയിന്റേ ഉള്ളൂ. നമുക്കൊരു 40 പോയിന്റ് മതി. എന്തിനധികം? ഓക്കെ, ഇവിടം വരെ മതി. ബിക്കോസ് ഈ ഒരു പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കാം.
50 പോയിന്റ് സ്മോൾ ട്രേഡ്. അപ്പം ഇതാണ് നമ്മളുടെ പിക്ചർ പെർഫെക്റ്റ് എൻട്രി എന്ന് നമുക്ക് ഇപ്പം പറയാം. എന്താകുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. ഇതൊക്കെയാണ് നമ്മളുടെ എൻട്രി ടെക്നിക്കുകൾ. ഇതൊക്കെ കണ്ടുപിടിച്ചോളാം. അപ്പോൾ നമ്മൾ എന്ത് കൺഫർമേഷൻസ് ആണ് എടുത്തത്? 2 ടൈപ്പ്. മൈനർ ടൈം ഫ്രെയിമിനകത്ത് പുൾ ബാക്കിന്റെ ഏരിയയിൽ വന്നിരിക്കുന്ന മിറ്റിഗേഷൻസിന്റെ 50% നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. ഈവൻ വി ആർ ബൈങ് ഫ്രം എ ഡിസ്കൗണ്ട് സോൺ ഇൻ ടൈംസ് ഓഫ് ദ പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദ ലിറ്റിൽ സോങ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രൈസ് മാനിപ്പുലേഷൻ യു ക്യാൻ സീ ഇറ്റ് ക്ലിയർലി. അല്ലെ, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ കാണുന്ന പ്രൈസ് ആക്ഷനെ നമ്മൾ ബിലീവ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടാർഗറ്റ് വെരി സ്മോൾ ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും എല്ലോ ഇസ് ക്രിയേറ്റഡ്, ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് എന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. സോ ഈവൻ ഈ പുൾ ബാക്കിന്റെ മുകളിൽ നമുക്ക് പോകുമ്പോൾ എന്താണ് പ്രൈസ് കയറി മിറ്റിഗേഷൻ ചെയ്തിരിക്കും. ബിക്കോസ് അതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബിക്കോസ് ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ലോട്ടം ഈ ഒരു മൂവ്മെന്റ് കണ്ടുകൊണ്ട് സെല്ലേഴ്സ് എല്ലാം ഇവിടെ കൂടും. അവരെല്ലാം തിരിച്ചത് പോയി ക്ലിയർ ഔട്ട് ചെയ്ത് കളയും. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇവിടെ നോക്കുന്നത് ഇറ്റ്സ് വർക്കിംഗ് ഓൺലി ഓൺ പുൾ ബാക്സ്. പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ, ബൾക്ക് ഓർഡർ ഫ്ലോ ആണ്. അതുകൊണ്ടാണ് ഈ പുൾ ബാക്ക് നമ്മൾ എവിടെ കയറാൻ പോയി കഴിഞ്ഞാലും അവിടെ ഇന്നും നമ്മളെ എന്താ പറയുന്നത്, നിലം പഠിപ്പിക്കില്ലെന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരിടത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാർക്കറ്റ് മുന്നോട്ട് അലവ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ്. ഇവർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മളും അതിനൊപ്പം ടാർഗറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. എവിടെയാണ് അവരുടെ ഓർഡർ ഫ്ലോ വരുന്നത് 50% എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന കാണാൻ പറ്റില്ല മാർക്കറ്റിൽ. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് us wait and see what is the result. This is live market. നോക്കി, മാർക്കറ്റ് ഓപ്പൺ റിയൽ ടൈം. ഇത് റീപ്ലൈ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും 11:27 PM ഇന്ത്യൻ ടൈം 10 ഏപ്രിൽ 2024. ഇവിടെ നാസ്ഡാക്ക് മാർക്കറ്റ് ഓപ്പൺ. ഇത് മാർക്കറ്റ് ഓപ്പൺ ഈമിനി ഡൗ ജോൺസ് മാർക്കറ്റ് ഓപ്പൺ. നമ്മുടേത് മാർക്കറ്റ് ക്ലോസ്ഡ് ഉണ്ടോ. ഇവിടെ എല്ലാം ക്ലോസ് ആണ്. നമ്മുടെ മാർക്കറ്റ് എല്ലാം ക്ലോസ് ആണ്. അപ്പോൾ വീണ്ടും വരികയാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്താണ് വരുന്നത്? ഹൈസ് മെയ്ഡ് ലോവസ്റ്റ് 50% മിറ്റിഗേഷൻ. ഹൈസ് മെയ്ഡ് 50% മിറ്റിഗേഷൻ. ഹൈസ് മെയ്ഡ് 50% മിറ്റിഗേഷൻ. ഹൈസ് മെയ്ഡ് 50% മിറ്റിഗേഷൻ. ഹൈസ് മെയ്ഡ് 50%. ഹൈസ് മെയ്ഡ് 50% മിറ്റിഗേഷൻ. അങ്ങനെ ഇങ്ങനെ കയറി പോകും. ചോപ്പി പ്രൈസ് ആക്ഷൻ, അല്ലെങ്കിൽ ഒറ്റ ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിൽ അങ്ങനെ പോകും. സോ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ആൻ അപ് ട്രെൻഡിങ് മാർക്കറ്റിന്റെ ലക്ഷണങ്ങളാണിത്. അപ് ട്രെൻഡിങ് മാർക്കറ്റിന്റെ ലക്ഷണങ്ങളാണ് അത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പുൾ ബാക്ക് ഉണ്ടെങ്കിൽ അത് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഒന്ന് ഇറങ്ങി വരും. അപ്പൊ നമ്മൾ ഇച്ചിരി കൂളായിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് പോകുന്നത്? പ്രൈസ് പോകുന്നത് മുന്നോട്ടല്ലേ പോകുന്നത്. ഒരു ചാനൽ വരച്ച് നോക്കുകയാണെങ്കിൽ മുന്നോട്ടല്ലേ പോകുന്നത്, പിന്നെ മുന്നോട്ടല്ലേ കയറുന്നത് കണ്ടോ. സോ അപ് ട്രെൻഡിങ് സംഭവമാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന പോക്കിന് പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ആ പുൾ ബാക്ക് എന്താണ് സംഭവിക്കുന്നത്? ആ പുൾ ബാക്കിന് അത് സ്വീപ്പ് ചെയ്യാൻ മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. സോ ഇത് കളഞ്ഞേക്കാം. സോ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ട്രേഡ്. ഓക്കെ, നിയറിംഗ് ടാർഗറ്റ് 50 points ഓൺ നാസ്ഡാക്ക് മിനി. എന്നിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 പോയിന്റ് ഉണ്ടോ. വെറും 2 പോയിന്റാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ 2 പോയിന്റിന് 50 പോയിന്റ്. അങ്ങനെയുണ്ട്. ഇതാണ് ടാർഗറ്റ് ഈസ് ഗോയിങ് ടു ഹിറ്റ് നിയറിംഗ് ടാർഗറ്റ്. ഈസ് ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ്. അങ്ങനെയാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിന്റെ ലോജിക് എക്സ്പ്ലനേഷൻ കിട്ടില്ലോ. ഇങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന കാണുമ്പം യു ഷുഡ് ഹാവ് എ പ്രോസസ് ആൻഡ് നമ്മൾ ആ പ്രോസസ്സ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ. സംടൈംസ് സ്റ്റോപ്പ് ലോസ് അടിക്കും, പക്ഷേ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് കറക്റ്റ് ആണ്. സംടൈംസ് നമുക്ക് എൻട്രി കിട്ടുന്ന ഒരൊറ്റ പോക്കിന് മോളിൽ പോയി അത് ടാർഗറ്റ് സ്വീപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ആക്ഷൻ ഈ ഒരു ക്യാൻഡിലിന്റെ ഇതിൽ സപ്പോർട്ട് എടുക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ അതും ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേനും ഈ സ്ട്രക്ചറിന്റെ 50% പ്രൈസ് സ്വീപ്പ് ചെയ്യും. ഇതിന്റെ ഈ കൺസൾട്ടേഷൻ ഏരിയയുടെ 50% പ്രൈസ് സ്വീപ്പ് ചെയ്യും. ഇതെല്ലാം കൊച്ചു കൊച്ചു ഐഡിയാസ് ആണ്. അതിനുശേഷം പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകും കണ്ടോ. 50%-ന് പകരം 100% സ്വീപ്പ് ചെയ്തു. യൂഷ്വലി ആ ഒരു സെഗ്മെന്റിന്റെ 50% ആണ് ഐഡിയൽ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. തിരിച്ചു കയറിപ്പോ നോക്കണ്ട. അപ്പൊ അവിടെ 50% മുകളിലെ പ്രൈസ് സ്വീപ്പ് ചെയ്തു, തിരിച്ച് ഇനി വീണ്ടും കയറിപ്പോകും. ബിക്കോസ് അതൊരു കൺസൾട്ട് ഈ ഒരു ഏരിയയിലെല്ലാം ജോയിൻ ചെയ്തിരിക്കുന്നവരെ മുഴുവനും എക്സിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. ദിസ് ഇസ് കോൾഡ് എൻജിനീയർഡ് ലിക്വിഡിറ്റി. ഇവിടെ ഉണ്ടോ, എൻജിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേഷൻ ചെയ്തതിനു ശേഷം ഇറ്റ് ഇസ് ഗോയിങ് അപ്പ്, coming back to mitigate, balancing the price action, again it will go up. So ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന
157 വീഡിയോസ്, ഇവിടെ 157 വീഡിയോസിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് സ്ട്രക്ചറിൽ നമ്മൾ ഓരോ ട്രേഡും നടക്കുമ്പോൾ അതിനകത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ചെറിയ ചെറിയ മാർക്കറ്റ് ബിഹേവിയർ എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന പ്ലേലിസ്റ്റിൻ്റെ എല്ലാം ഓർഡറിൽ അത് കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് 1.25 സ്പീഡെങ്കിലും ഇട്ട് ഈ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടതിന് ശേഷം ഈ ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് 1 to 20 പ്രാക്ടീസ് ചെയ്ത് നോക്കണം, പോയിന്റ്സ് എഴുതി വെക്കണം. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഈ വീഡിയോസ് എല്ലാം എക്സ്പ്ലെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് ട്രേഡ് ഫോർമേഷൻസ് എവിടെയെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ആ ഫോർമേഷനകത്ത് നമുക്ക് എവിടെയാണ് നമ്മളുടെ ട്രേഡ് ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ മാർക്കറ്റിൽ നമുക്ക് 24 മണിക്കൂർ നോക്കി 8 മണിക്കൂർ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പം എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മൾ എൻട്രി ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ പിക്ചർ പെർഫെക്റ്റ് എൻട്രി ആയിരിക്കണം. ആ എൻട്രിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം അതാണ് അതിനകത്ത് കാര്യം. അപ്പം എല്ലായിടത്തും ഇപ്പം ഇന്നിപ്പോൾ ഒരു കമന്റ് നമ്മുടെ ഇതിനകത്ത് ഇതൊന്നും റിയൽ ടൈം മാർക്കറ്റിൽ നടക്കുന്ന കാര്യമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റിന്റെ പ്രൈസ് മാനിപ്പുലേഷൻ ഓർ ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്ട് ടു എ സർട്ടൻ ലോജിക്, അല്ലേ? നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താണ് പുൾ ബാക്ക്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് പ്രീവിയസ് ഏരിയ, എന്താണ് പ്രൈസ് മാനിപ്പുലേഷൻ, എന്താണ് ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ, എന്താണ് ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, എന്താണ് മൊമെന്റം സ്ട്രാറ്റജി, ഈ കാര്യങ്ങളെല്ലാം എന്താണ് ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർഗറ്റ്, ഈ കൺസെപ്റ്റ് എന്താണ്, എവിടെയെല്ലാമാണ് ലിക്വിഡിറ്റി പോയിന്റ്സ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്, എന്താണ് വോളിയം ഡിക്രീസിങ് വോളിയം, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് ക്യാൻഡിൽ, എന്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കാതെ ഈ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സെറ്റപ്പ് എക്സ്പ്ലെയിൻ ഏത് ക്ലാസ് വഴി നിങ്ങൾക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വാട്ട് ഹാപ്പൻസ്, നമ്മളത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ യു വിൽ നോട്ട് ഹാവ് എ ക്ലാരിറ്റി ഓൺ വാട്ട് യു ആർ ഡൂയിങ്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ഒരു ക്ലാരിറ്റി വേണം, ഒരു തോട്ട് പ്രോസസ് വേണം. ലോജിക് ഈസ് സുപ്പീരിയർ ദാൻ എനിത്തിങ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഫെയിൽ ആയാലും ഇല്ലെങ്കിലും ഡസന്റ് മാറ്റർ, അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് യു സീ ദാറ്റ് നമ്മളുടെ എൻട്രി പോയിന്റ് എവിടെയായിരുന്നു? നിങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്, അല്ലേ? എൻട്രി പോയിന്റ് എവിടെയാണ് നമ്മൾ എൻട്രി എടുത്തത്? അതിനുശേഷം മാർക്കറ്റ് നമ്മളുടെ എൻട്രി ഇവിടെ താഴെ മാർക്കറ്റിൽ പോയോ ഇല്ലയോ, എനിക്ക് 1-2 ക്യാൻഡിൽ പോയി കഴിഞ്ഞാലും നോ പ്രോബ്ലം. മനസ്സിലായോ? 27 പോയിന്റ് പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 15 പോയിന്റ് കാര്യത്തെ പറ്റിയപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 15 പോയിന്റ് 12 പോയിന്റ് മാർക്കറ്റ് മൂവ്മെന്റിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി മാർക്കറ്റ് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ 0 കോസ്റ്റിലാണ് നമ്മളുടെ ഇത് നിൽക്കുന്നത്, അല്ലേ? 0 കോസ്റ്റ് നിൽക്കുമ്പോൾ ഇനി യു ആർ പ്ലേയിങ് വിത്ത് 0 മണി. വാട്ട് ഈസ് ദ പ്രോബ്ലം? യു വെയിറ്റ് ആൻഡ് വെയിറ്റ്. ക്ഷമയുടെ നെല്ലിപ്പില കാണുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കണം, നമുക്ക് ട്രേഡ് വേണ്ട, അന്നൊന്നും ചെയ്തില്ലെന്ന് വിചാരിച്ച പോരെ, അല്ലെങ്കിൽ അത് വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഓർ ദ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ വിജയിച്ചാൽ മതി. 1:3. 10 പ്രാവശ്യം, ബാക്കി 7 പ്രാവശ്യം നിങ്ങൾ ഫെയിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ബട്ട് യു ഷുഡ് ഫോളോ ദിസ് പ്രോസസ്. യു ഷുഡ് സീ ദാറ്റ് ദ പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് ഹാപ്പനിങ് ആൻഡ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിന്റെ കൂട്ടത്തിൽ ഒരു ലെഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പോരുത്. ഓക്കെ, നിയറിംഗ് ടാർഗറ്റ്, യെസ് ഫിനിഷ്, മൈ ടാർഗറ്റ് ഈസ് ഹിറ്റ്. ഓക്കെ, ഞാൻ എക്സിറ്റ് ചെയ്ത് ട്രേഡിൽ നിന്ന്. ദിസ് ഇസ് ദ ടെക്നിക്. സി എങ്ങനെയാണ് മാർക്കറ്റിന്റെ മൊമെന്റം എന്ന് നോക്കി. സോ ഇതാണ് മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റിന്റെ വഴിക്ക് പോയി, നോ പ്രോബ്ലം. നമ്മൾ ഇച്ചിരി നമ്മളുടെ ടാർഗറ്റ് കവർ ചെയ്ത് മാർക്കറ്റ് എത്ര പോയിന്റ് കയറിപ്പോയി നോക്കി. നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് 62 പോയിന്റോളം, ഇവിടെ 65 പോയിന്റോളം നമ്മളുടെ എൻട്രി പോയിന്റിൽ നിന്ന് കയറി. ഈവൻ ഓൺ എ സിംഗിൾ ടൈം ഇറ്റ് ഡിഡ് നോട്ട് കം ബാക്ക് ടു ദിസ് വൺ. സി ഞാൻ പറഞ്ഞ എന്തായിരുന്നു, ഇവിടുത്തെ ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരും. ദിസ് വാസ് അവർ ഇനീഷ്യൽ ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ പെർഫെക്റ്റ്ലി അത് ട്രേഡ് ചെയ്ത് മുകളിൽ കയറിപ്പോയോ, അതാണ് കാര്യം. ആ ഒരു നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റ് ഇതായിരുന്നു, ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയത്. സോ പുൾ ബാക്ക് മിറ്റിഗേഷന്റെ സമയത്ത് ഓർഡർ ബ്ലോക്കിന്റെ ഫോർമേഷനിൽ ആ ഓർഡർ ബ്ലോക്ക് ഡിസ്റെസ്പെക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ 3 മിനിറ്റ് നമ്മൾ നോക്കുമ്പോൾ യു ക്യാൻ സീ ദ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് അതിനുശേഷം പ്രൈസ് മാനിപ്പുലേഷൻ വന്നതിന് ശേഷം 50% ഓഫ് ദ പ്രൈസ് മാനിപ്പുലേഷൻ പ്രൈസ് വെൻ ഇറ്റ് വാസ് കമ്മിങ് ബാക്ക്, ഇവിടെ കണ്ടോ കമ്മിങ് ബാക്ക്, യു എൻറ്റേഡ് ഇൻ ടു എ ലോങ് പൊസിഷൻ ബിക്കോസ് ഇവിടെ ഒരു പുൾ ബാക്ക് സപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ മേജർ മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ദിസ് വാസ് അവർ ടാർഗറ്റ്. ഇനീഷ്യൽ പ്ലാൻ വാസ് ഇവിടുന്ന് നേരെ ഷോർട്ട് താഴേക്ക് അടിക്കുക എന്നുള്ളതായിരുന്നു.
അതും കറക്റ്റ് എൻട്രി ആണ്. ഇവിടെ നോക്കി പ്രൈസ് വീണ്ടും വരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും അടുത്ത കൺഫർമേഷൻ എടുക്കണം. ഇനി പ്രൈസ് ഇതിന്റെ താഴെ പോകും. ഇനി പ്രൈസ് ഇനി താഴെ വരുമ്പം ഈ ഒരു പുൾ ബാക്ക് റെസ്പെക്ട് ചെയ്യത്തില്ല, ഹെവി ഫോൾ ആയിരിക്കും വരുന്നത്. അപ്പൊ അതാണ് ഇതിനകത്തെ കാര്യം. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് മാനിപ്പുലേഷനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നമ്മൾ എക്സിറ്റ് ചെയ്തു, ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസൺ ലൈവ് ട്രേഡ് വിത്ത് ലൈവ് ലോജിക് ആൻഡ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന ഏരിയ, പ്രീവിയസ് ഏരിയ, പ്രൈസ് മാനിപ്പുലേഷൻ, എവറിത്തിങ്, മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് ആർ ബീങ് ക്ലിയർഡ്. ഓക്കെ, അങ്ങനെ ഞാനിത് കംപ്ലീറ്റ്ലി ആ ട്രേഡിന്റെ ലോജിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ എൻ്റെ ഭാഗത്ത് 100% നീതി പുലർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയം ആ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. കൺസിഡർ ചെയ്യാൻ പറ്റും, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. വോളിയത്തിന്റെ ഇവിടെ ഒരു ഡിക്രീസിങ് വോളിയം ആയിരുന്നു നമ്മൾ ഇവിടെ എടുത്തോണ്ടിരിക്കുമ്പോൾ എല്ലാം. ഇവിടെ കണ്ടോ, ഡിക്രീസിങ് ഡൗൺ ട്രെൻഡിൽ ഇവിടെ ഇൻക്രീസിങ് വോളിയം, ഡിക്രീസിങ് ട്രെൻഡിൽ എഗെയിൻ ഇൻക്രീസിങ് വോളിയം, എഗെയിൻ പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക്, ഇവിടെ ഡിക്രീസിങ് വോളിയം ആണ് എഗെയിൻ. ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രൈസ് മാനിപ്പുലേഷന്റെ ഏരിയയിൽ നമുക്ക് വോളിയം നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്താലും നമുക്ക് എൻട്രി സംടൈംസ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ വോളിയം കൂടെ ക്ലബ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള എൻട്രി സെനാരിയോസിന്റെ കാര്യങ്ങൾ. സോ ഇപ്പം ഇന്നത്തെ മാർക്കറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? അപ് ട്രെൻഡിങ് മാർക്കറ്റിന്റെ ബിഹേവിയർ എന്താണെന്ന് പഠിച്ചു. ആ ട്രെൻഡിങ് മാർക്കറ്റിൽ മാർക്കറ്റ് പുൾ ബാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നത് എവിടെയെല്ലാം മാർക്കറ്റ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അവിടെ എന്തെങ്കിലും കൺസോളിഡേഷൻ ഫേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ കൺസോളിഡേഷൻ ഫേസ് മേ ബി 100% ഓർ 50% വിൽ ബി മിറ്റിഗേറ്റഡ്. ദിസ് ഈസ് എ മാർക്കറ്റ് നോർമൽ മാർക്കറ്റ് ബിഹേവിയർ. ന്യൂസ് വന്നു കഴിയുമ്പോഴത്തേനും അതൊക്കെ കാണിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെന്നിരിക്കാം. പക്ഷേ മോസ്റ്റ്ലി ദിസ് ഈസ് എ മാർക്കറ്റ് ബിഹേവിയർ. ആ ബിഹേവിയറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് യു ഹാവ് ടു പ്ലാൻ ഫോർ എ ട്രേഡ് ആൻഡ് എക്സിക്യൂട്ട് ദ ട്രേഡ് ഇൻ ദിസ് വേ. മനസ്സിലായോ? അപ്പോൾ ഒരു 10 പ്രാവശ്യം ഡെമോ ട്രേഡ് ചെയ്ത് നോക്കുക. അപ്പം ഡെമോ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ എൻട്രി ദെൻ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. കണ്ടോ, മാർക്കറ്റ് എൻട്രി പിന്നെ വരുന്നുണ്ടോ, എത്ര ക്വിക്കായിട്ട് മൊമെന്റം വരുന്നതെന്ന് നോക്കി. അപ്പം ഇനി ഇവിടെ നേരെ തിരിച്ചു പോകും. വീണ്ടും യു ക്യാൻ ഹാവ് എ ബൈ എൻട്രി. ബിക്കോസ് എന്താണ്, ഈ ടോട്ടൽ പ്രൈസ് മാനിപ്പുലേഷന്റെ 50% ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്തു, അതിന് പ്രൈസ് നേരെ മേളിലേക്ക് കയറിപ്പോകും. ഇതാണ് അതിനകത്തെ അതിയായിട്ടുള്ള ഘടകം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഷോർട്ട് പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും യു ക്യാൻ ക്വിക്ക്ലി എക്സിറ്റ് ദെൻ അഗെയിൻ ഡു എ ബൈ പ്ലാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്ലി എടുത്തു. സോ അടുത്ത ട്രേഡ് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ കമൻറ്റുകൾ എഴുതുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് എഴുതുക. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം എൻട്രി കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.